ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പല്ല യു ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് സെയിൻ റിവർ സ്പെഷ്യാലിറ്റീസ്, സെയിൻ നദിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2024 ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, പാരീസ് ഒളിമ്പിക്സ്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ സെയിൻ നദിയിലാണ് നടന്നത്. സെയിൻ നദിയുടെ തീരത്തും നദിയിലുമായിട്ടാണ് നടന്നത്. ബോട്ടിലൊന്നും വന്ന കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഫ്രാൻസിനെ അല്ലെങ്കിൽ പാരീസിനെ അത്ര മനോഹരമാക്കുന്ന സെയിൻ നദിയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. സെയിൻ നദിയുടെ ആകെ നീളമെന്ന് പറയുന്നത് 777 കിലോമീറ്ററാണ്. പാരീസ് നഗരത്തെ അതിമനോഹരമാക്കുന്നതിൽ സെയിൻ നദിക്കുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. ലാഗ്രസ് പീഠഭൂമിയിലൂടെ ഈ നദി ഒഴുകുന്നു. ഇത് ഉത്ഭവിക്കുന്നത് കമോഡിലാണ് ഇത് ഉത്ഭവിച്ച് പാരീസിലൂടെ ഒഴുകുന്നു. പാരീസ് നഗരത്തെ അതിമനോഹരമാക്കുന്നു എന്നതിൽ സെയിൻ നദിക്കുള്ള പങ്കെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് പാരീസ് സന്ദർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിനോദസഞ്ചാരികൾക്ക്, യാത്ര ഇഷ്ടപ്പെടുന്നവർ പാരീസ് സന്ദർശിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സെയിൻ നദിക്കാണ്. അതാണ് ഈ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സെയിൻ നദിക്ക് കുറുകെ പാരീസിൽ തന്നെ ഏകദേശം 30ഓളം പാലങ്ങളുണ്ട്. 30ഓളം പാലങ്ങൾ. അതിൽ ഫേമസായ പാലമാണ് പോണ്ട് അലക്സാണ്ടർ 3 എന്ന പാലം. അതോടൊപ്പം നഗരത്തിന് പുറത്ത് നിരവധി പാലങ്ങളുണ്ട്. അതിൽ നദി അവസാനിക്കാറാകുമ്പോഴേക്കും ഉള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ 9ാമത്തെ പാലം എന്ന പോണ്ട് ഡി നോർമണ്ടി എന്ന പാലം, അതും മറ്റൊരു പ്രത്യേകതയാണ്. അതും നദി അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ലോകത്തെ ഏറ്റവും നീളമേറിയ 9ാമത്തെ പാലം എന്നത്, പോണ്ട് ഡി നോർമണ്ടി എന്നത്. അതും സെയിൻ നദിയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. സെയിൻ നദിക്ക് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം റോമൻ ദേവതയായ സെക്വാനയിൽ നിന്നുമാണ് സെയിൻ നദിക്ക് ഈ ഒരു പേര് വരുവാനായിട്ടുള്ള കാരണം. അത് ഗൗളീഷ് സെക്വാന എന്ന റോമൻ ദേവതയുടെ പേര്, അതിൽ നിന്നുമാണ് ഈ നദിക്ക് സെയിൻ നദി എന്ന പേര് കൊടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പണ്ട് കാലം മുതൽക്ക് തന്നെ പാരീസ് നഗരത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വളരെയധികം കാരണമായ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുവാനും അങ്ങനെ ഇവിടുത്തെ പോപ്പുലേഷനൊക്കെ കൂടുവാനും ഒക്കെ കാരണമായ ഒരു ഇതാണ് സെയിൻ നദി എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ് പാരീസിൻ്റെ സെയിൻ നദി. വടക്ക് ഫ്രാൻസിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലൂടെയും സെയിൻ നദി ഒഴുകുന്നു എന്നതും മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം പാരീസ് നഗരത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലൂടെയും ഈ നദി ഒഴുകുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. സെയിൻ റിവർ ഏകദേശം 777 കിലോമീറ്ററാണ് സെയിൻ നദിയുടെ നീളമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.